നല്ല ഇടിച്ചു കുത്തിയല്ലേ മഴ വീണേ. അതിൻ്റെ കൂട്ടത്തിൽ നല്ല ചൂട് കട്ടൻ്റെ കൂടെ പിടിക്കാനായിട്ട് ഒരു എല്ലും കപ്പയും കാണിച്ചു തരട്ടെ ഞാൻ. എന്താണെങ്കിലും ഇന്ന് ഞായറാഴ്ചയൊക്കെയല്ലേ, അപ്പം ഒരു ഇറച്ചിക്കടയിൽ പോയിട്ടേ കുറച്ച് ഇറച്ചിയോ എല്ലോ മേടിച്ചിട്ട് വന്നിട്ട് ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. റസ്മി എന്തായാലും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. പക്ഷേ ഇത് നമ്മുടെ തട്ടുകട സ്റ്റൈലിലുള്ള ഒരു എല്ലും കപ്പ അല്ല കേട്ടോ, കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമ്മൾ കുറച്ച് താളിപ്പൊക്കെ ഇട്ടിട്ടുള്ള ഒരു എല്ലും കപ്പയാണ്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ അപാരമാണ് കേട്ടോ. മസ്റ്റ് ട്രൈ ആയിട്ടൊന്ന് ചെയ്ത് നോക്കണം. ആദ്യം തന്നെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് സെറ്റാക്കി എടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ പാൻ വെച്ചിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല ഇട്ടിട്ട് നന്നായിട്ടത് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് മസാല മൂക്കണേ. എന്നിട്ട് നമ്മുടെ എല്ലിലേക്ക്, നല്ല നെയ്യുള്ള എല്ലാണ് കേട്ടോ, എല്ലിലേക്ക് ഈ മസാല തട്ടി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ച് അവനെ അങ്ങോട്ട് നീക്കി വയ്ക്കാം. അതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, സവോള, പച്ചമുളക്, കറിവേപ്പില, ഉപ്പ്, പച്ച വെളിച്ചെണ്ണ, ഇത്രയും കാര്യങ്ങളും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് കൂട്ടി ഇളക്കി യോജിപ്പിച്ച് കുഴച്ച് കൂട്ടി അങ്ങ് വെക്കണം കേട്ടോ. കുറച്ച് നേരം അവനവിടെ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി പരിപാടികളൊക്കെ സെറ്റാക്കി എടുക്കാം. എന്നിട്ട് ഇത് കുക്കറിൽ ഇട്ടിട്ട് ഒരു അത്യാവശ്യം അടി പിടിക്കാതിരിക്കാനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഞാനൊരു 7-8 വിസിൽ വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ കപ്പ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഞാൻ കപ്പ കഴിച്ച് നോക്കിയപ്പോഴേ ചെറിയൊരു കയ്പ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാനതൊന്ന് തിളപ്പിച്ച് ഊറ്റി കളയുന്നുണ്ട്. എന്നിട്ടാണ് എല്ലിൻ്റെ കൂടിയിട്ട് അടിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലൊക്കെ സെറ്റായി വന്നപ്പോൾ കപ്പയും കൂടി ഇട്ട് ഒരു 2 കൂക്കും കൂടി കൂവി അതങ്ങ് മാറ്റി വെച്ചു. എന്നിട്ട് ഇച്ചിരി വിസ്താരമുള്ള പാത്രത്തിലേക്ക് മാറ്റി നന്നായിട്ട് കുഴച്ച് കൂട്ടി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനകത്തേക്ക് എന്തൊക്കെ നിങ്ങൾ ഒഴിവാക്കിയാലും ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാനേ പാടില്ല കേട്ടോ. ഈ എല്ലും കപ്പയുടെ ആത്മാവെന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചിട്ട് ഇതിലേക്ക് നമ്മൾ തട്ടിക്കൊടുക്കും. കൂട്ടത്തിൽ ഒരു 1/2 സ്പൂണോ 1 സ്പൂണോ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതങ്ങ് ഇട്ടിട്ട് കൂട്ടി ഇളക്കി എടുക്കുമ്പോൾ ഒരു മണം വരും. എൻ്റെ പൊന്നോ, ഇതൊരു പീസ് എടുത്തങ്ങ് വായിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ സ്വർഗ്ഗമാണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇതെന്തായാലും നിങ്ങൾ മസ്റ്റ് ട്രൈ ആയിട്ടൊന്ന് ചെയ്ത് നോക്കണേ. ഇങ്ങനെ ഇഷ്ടപ്പെടുമോ ഇല്ലയെന്നുള്ളത് കമൻറ്റ്സിലും കൂടി ഒന്ന് അറിയിക്കണം കേട്ടോ. അതിപ്പോൾ ഇറച്ചിക്കറി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ചിക്കനോ ബീഫോ എന്താണെങ്കിലും ലാസ്റ്റ് നമ്മളിങ്ങനെ കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി മൂപ്പിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ.